നമസ്കാരം. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 100 ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം പരിശോധിക്കാൻ LDF. ചൊവ്വാഴ്ച ചേരുന്ന LDF നേതൃയോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. CPIഎമ്മും സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഫലം സൂക്ഷ്മമായി അവലോകനം ചെയ്യും. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങളും ഫലം പരിശോധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIഎമ്മിനേറ്റ തിരിച്ചടി ചർച്ച ചെയ്യാൻ CPIഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേർന്നേക്കും. കോർപ്പറേഷനിൽ വോട്ട് വിഹിതം കുറഞ്ഞതും മേയർ സ്ഥാനാർത്ഥിയായ CP മുസാഫിർ അഹമ്മദിന്റെ പരാജയവും ചർച്ച ചെയ്യും. മുസാഫിർ അഹമ്മദിന് പകരം നിലവിൽ ആരെ മേയറാക്കണം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയും നടക്കും. പാലക്കാട് നഗരസഭയിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ BJPക്ക് ഇത്തവണ 25 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയിലേക്ക് ചുരുങ്ങേണ്ടി വന്നതോടെ BJP അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ UDF LDF നീക്കം. 18 വാർഡ് നേടി UDFും 9 വാർഡ് നേടി LDFും നില മെച്ചപ്പെടുത്തിയെങ്കിലും സ്വതന്ത്രനെ കൂടെ നിർത്തേണ്ടി വരും. സ്വതന്ത്രനെ പിന്തുണച്ച് മതേതര ജനകീയ മുന്നണി ഉണ്ടാക്കാൻ UDF ശ്രമം. CPIഎം ജില്ലാ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കിയേക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ബേക്കൽ പുത്തിക ഡിവിഷനുകളിൽ ഇന്ന് റീകൌണ്ടിംഗ് നടക്കും. ബേക്കലിൽ UDF സ്ഥാനാർത്ഥിയുടെയും പുത്തികയിൽ NDA സ്ഥാനാർത്ഥിയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റീകൌണ്ടിംഗ്. ബേക്കൽ ഡിവിഷൻ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും പുത്തിക ഡിവിഷൻ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് റീകൌണ്ടിംഗ് നടക്കുക. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി യോഗം ഇന്ന്. റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി യോഗം ചേരും. നടപടി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം. വോട്ട് ചോരി ആരോപണം ഉയർത്തി കോൺഗ്രസിന്റെ ദേശീയ പ്രക്ഷോഭം ഇന്ന്. ഡൽഹി രാംലീല മൈതാനത്ത് മെഗാ റാലി. മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പ്രവർത്തകർ റാലിയുടെ ഭാഗമാകും. ഫുട്ബോൾ ഇതിഹാസം ലയോണൽ മെസ്സി ഇന്ന് മുംബൈയിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ക്രിക്കറ്റ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. വൈകിട്ട് 5 മണിയോടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സെലിബ്രിറ്റി സെവൻസ് ഫുട്ബോൾ മത്സരം. കൊൽക്കത്തയിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കി. ഡൽഹിയിൽ വായു മലിനീകരണം അതീവ ഗുരുതരാവസ്ഥയിൽ. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ്, റോഡപകടങ്ങളും വർദ്ധിക്കുന്നു. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ലയണൽ മെസ്സിയുടെ സന്ദർശനത്തിന് പിന്നാലെയുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ മുഖ്യ സംഘാടകൻ ശത്രാദു ദത്ത അറസ്റ്റിൽ. അറസ്റ്റ് സ്ഥിരീകരിച്ച് കൊൽക്കത്ത പോലീസ്. പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വീഴ്ച ഞെട്ടിപ്പിക്കുന്നതാണെന്നും അന്വേഷണത്തിന് കമ്മിറ്റിയെ നിയമിച്ചതായും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്ക് സഹായവും പിന്തുണയും നൽകുന്നുവെന്നാരോപിച്ച് ടെക് ഭീമനായ മൈക്രോസോഫ്റ്റിന് ആഗോള നിയമ മനുഷ്യാവകാശ സംഘടനകളുടെ കത്ത്. മാനുഷികാവകാശങ്ങൾ ഇല്ലാതാക്കുന്ന എല്ലാവിധ സഹായങ്ങളും അവസാനിപ്പിക്കണമെന്നാവശ്യം. കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യയുടെ തെക്കുപടിഞ്ഞാറൻ മേഖലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഒരു കെട്ടിടത്തിന് കേടുപാട് സംഭവിച്ചു. അതേസമയം 41 യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് 600-ലധികം പുരാവസ്തുക്കൾ മോഷ്ടിച്ച പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. 4 പേരടങ്ങുന്ന മോഷ്ടാക്കളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. തെക്കുപടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ മ്യൂസിയത്തിൽ നിന്നായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള പുരാവസ്തുക്കൾ ഉൾപ്പെടെ മോഷണം പോയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ താരിഫ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് US കോൺഗ്രസിൽ പ്രമേയം അവതരിപ്പിച്ച് 3 സെനറ്റ് അംഗങ്ങൾ. നോർത്ത് കരോലിനയിലെ ഡെബോറ റോസ്, ടെക്സസിലെ മാർക്ക് വിസി, ഇലിനോയിലെ രാജാ കൃഷ്ണമൂർത്തി എന്നിവരാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% തീരുവയാണ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയത്. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 9 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ട്രാക്ടർ ഡ്രൈവർ കസ്റ്റഡിയിൽ. വിശദാന്വേഷണം ആരംഭിച്ചെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കോഴിക്കോട് കടലുണ്ടിയിൽ CPIഎം BJP സംഘർഷം. ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഇരുഭാഗവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത്. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എറണാകുളം മൂവാറ്റുപുഴയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞുവെന്ന് പരാതി. പടക്കം പൊട്ടി വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു.
തിരുവനന്തപുരം തൊളിക്കോട് പഞ്ചായത്തിലെ പനക്കോട്ട് വീടിന്റെ അടുക്കളയിൽ പൊട്ടിത്തെറി 2 പേർക്ക് പരിക്ക്. വലിയമല പോലീസ് അന്വേഷണം തുടങ്ങി. കിഴിവിന്റെ പേരിൽ സംഭരണം മുടങ്ങിയതോടെ കർഷകർ ദുരിതത്തിൽ. ആലപ്പുഴ കൈരകരി കൃഷിഭവൻ പരിധിയിലെ നടുത്തുരുത്ത് പാടശേഖരത്തിലെ കർഷകരാണ് ബുദ്ധിമുട്ടിലായത്. 45 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ 1 ക്വിന്റൽ നെല്ലിന് 3 കിലോ കിഴിവ് ആവശ്യപ്പെട്ട് മില്ലുകാർ. മലയാള മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജി വിനോദ് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. മുറിഞ്ഞപാലം ശാരദ നിവാസിൽ പരേതനായ ഗോപിനാഥ പണിക്കരുടെയും രമാദേവിയുടെയും മകനാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറാണ് ഭാര്യ. ഇഷാൻ എസ് വിനോദ് മകനാണ്. സംസ്കാരം പിന്നീട് നടക്കും. പെരിങ്ങമല പഞ്ചായത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ കാട്ടുപോത്ത് ചത്തു. 30 അടി താഴ്ചയുള്ള കിണറ്റിലാണ് കാട്ടുപോത്ത് വീണത്. വനംവകുപ്പ്, RRT, ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് കാട്ടുപോത്തിനെ പുറത്തെടുത്തു. ശക്തമായ വേലിയേറ്റത്തിൽ വലഞ്ഞ് കുട്ടനാട്ടിലെ കർഷകർ. സാധാരണ ജലനിരപ്പിൽ നിന്ന് 2 അടിയോളം ജലനിരപ്പ് ഉയർന്നതോടെ പ്രദേശങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വെള്ളം കയറിയാൽ കൃഷിയെ സാരമായി ബാധിക്കും. ആലപ്പുഴ ചാരുമൂട് ശുദ്ധജലക്ഷാമം രൂക്ഷം. പഞ്ചായത്തുകളിലെ ഉയർന്ന പ്രദേശങ്ങളിലെ പൊതുടാപ്പുകളിൽ കുടിവെള്ളം എത്തുന്നില്ല. നൂറനാട്, പാലമേൽ, ചുനക്കര, താമരക്കുളം, വള്ളികുന്നം പഞ്ചായത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും പാറ്റൂരിലും ശുദ്ധജലക്ഷാമം രൂക്ഷമാണ്. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. കോട്ടയം BCM കോളേജിൽ മാത്തമാറ്റിക്സ് 7 വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 19-ന് രാവിലെ 10 മണിക്ക് നടക്കും. തിരുവനന്തപുരം മുട്ടത്തറ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 17-ന് രാവിലെ 10-ന് കോളേജ് ഓഫീസിൽ നടക്കും. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് നടത്തുന്ന ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സ് ഈ മാസം 18 മുതൽ 20 വരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി ജംഗ്ഷനിലുള്ള സ്റ്റേറ്റ് ഓഫീസിൽ. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRDയുടെ റീജിയണൽ സെന്ററിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ഇന്റേൺഷിപ്പ് ട്രെയിനിംഗ് നൽകുന്നു. താൽപര്യമുള്ളവർക്ക് അപേക്ഷ നൽകാം. കൊല്ലം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കുന്നുണ്ട്. ഈ മാസം 16-ന് രാവിലെ 10:30-ക്കാണ് അഭിമുഖം. +2 യോഗ്യതയുള്ള 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. കൊല്ലം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പൾമണറി മെഡിസിൻ, ജനറൽ സർജറി, ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ സീനിയർ റെസിഡന്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 19-ന്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിക്കുന്ന വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെ ക്ലാസുകൾ ജനുവരി 4-ന് ആരംഭിക്കും. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പഠിതാക്കൾ ആദ്യ ഗഡു ഫീസ് 15 മുതൽ 26 വരെ സർവകലാശാല പോർട്ടൽ വഴി അടയ്ക്കണം. വനിതാ കമ്മീഷൻ പത്തനംതിട്ട ജില്ലാതല അദാലത്ത് നാളെ രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത്. LBS ആലപ്പുഴ സബ് സെന്ററിൽ ഈ മാസം 17-ന് ആരംഭിക്കുന്ന ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ടാലി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷ നൽകണം. കടുത്തുരുത്തി ഞീഴൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത MCA ആണ്. അഭിമുഖം നാളെ കോളേജ് ഓഫീസിൽ നടക്കും. ഇത് നോക്കാം ദേശീയ വാർത്തകൾ. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ ലയണൽ മെസ്സിയുടെ സന്ദർശനത്തിന് പിന്നാലെയുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ മാപ്പ് പറഞ്ഞ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സിയോടും ആരാധകരോടും മാപ്പ് ചോദിക്കുന്നതായും മമത. DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകുമെന്ന അവകാശവാദവുമായി HA ഇക്ബാൽ ഹുസൈൻ MLA. സിദ്ധരാമയ്യല്ല, DK ശിവകുമാറാണ് ജനുവരി 6-ന് കർണാടക മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയെന്ന് ഇക്ബാൽ ഹുസൈൻ. ബംഗളൂരുവിൽ അപൂർവ ഇനത്തിൽപ്പെട്ട 2.5 ലക്ഷം രൂപ വില വരുന്ന തത്തയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. തത്തയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഹൈ വോൾട്ടേജ് ലൈനിൽ കൈതട്ടിയാണ് അരുൺകുമാർ മരിച്ചത്. പഞ്ചാബിലെ ജലന്ധറിൽ 17-കാരനെ കുത്തിക്കൊന്നു. BJP നേതാവായ ശീതൾ അഗുറലിന്റെ ബന്ധു വികാസാണ് കൊല്ലപ്പെട്ടത്. മയക്കുമരുന്ന് സംഘവുമായി റോഡിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്.
ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ 8ാം ക്ലാസ്സുകാരിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ 10ാം ക്ലാസ്സുകാരൻ അറസ്റ്റിൽ. പെൺകുട്ടിയുടെ അമ്മയുടെ 1.5 ലക്ഷം രൂപ വരുന്ന സ്വർണമാണ് 10ാം ക്ലാസ്സുകാരൻ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയത്. കുട്ടികൾക്കിടയിലെ പോഷകാഹാരക്കുറവും അതുമൂലമുള്ള മരണങ്ങളും ഇന്ന് പ്രതിസന്ധിയായി തുടരുന്നതിന്റെ കണക്കുകളുമായി മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി. പോഷകാഹാരക്കുറവ് മൂലം കഴിഞ്ഞ 3 വർഷത്തിനിടെ 10,000-ലേറെ കുട്ടികൾ മരിച്ചതായി ആരോഗ്യമന്ത്രി പ്രകാശ് അംബേദ്കർ. നിയമസഭ പാസാക്കിയ ശമ്പള വർധനയും അലവൻസും നിരാകരിച്ച് ഒഡീഷ പ്രതിപക്ഷ നേതാവ് നവീൻ പട്നായിക്. ജനങ്ങളെ സേവിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് എക്സ് പോസ്റ്റിൽ നവീൻ പട്നായിക്. ജനങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിയെന്നും നവീൻ പട്നായിക്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ഏജന്റ് വീട്ടിൽ കയറി മോഷണം നടത്തിയെന്ന ആരോപണവുമായി ഗ്രാമി അവാർഡ് ജേതാവ് റിക്കി കേജ് മോഷണത്തിന്റെ വീഡിയോ എക്സിൽ പങ്കുവച്ചു. ബംഗളൂരുവിലെ വീട്ടിൽ അതിക്രമിച്ച് കയറി മോഷണം നടത്തുന്നത് ദൃശ്യങ്ങളിൽ. കോടതി നടപടികൾ യോജിപ്പിക്കുന്നതിന് സാങ്കേതികവിദ്യ ഉപയോഗിക്കണം എന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഏകീകൃത ജുഡീഷ്യൽ നയത്തിന്റെ ഭാഗമായി സാങ്കേതികവിദ്യ ഉപയോഗിക്കണമെന്നും ചീഫ് ജസ്റ്റിസ്. പോർച്ചുഗലിലേക്ക് കടക്കാൻ ശ്രമിച്ച ഗുജറാത്ത് ദമ്പതികളെയും കുട്ടിയെയും ലിബിയയിൽ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി. മോചനത്തിന് 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് കുടുംബം. രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന അങ്കണവാടി ജീവനക്കാരെ അഭിനന്ദിച്ച് രാജ്യസഭാ MP സുധാമൂർത്തി. 3 മുതൽ 6 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പു നൽകുന്ന ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിച്ചു. BJPയുടെ ഉത്തർപ്രദേശ് അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് സൂചന. പങ്കജ് ചൌധരി കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. 2026 മാർച്ചോടെ ഇന്ത്യ മാവോയിസ്റ്റ് മുക്തമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2030ഓടെ ഛത്തീസ്ഗഡിലെ ബസ്തറിനെ രാജ്യത്തെ ഏറ്റവും വികസിതമായ ഗോത്രമേഖലയാക്കി മാറ്റുക സർക്കാർ ലക്ഷ്യമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. വന്ദേ ഭാരത് ട്രെയിനിലെ സൗകര്യങ്ങൾ ഉയർത്തുന്നതിനും അപ്ഗ്രേഡ് ചെയ്യുന്നതിനുമായി 14,000 കോടി രൂപ നിക്ഷേപിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. അതേസമയം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ഉദ്ഘാടനം ഡിസംബർ അവസാനത്തോടെ ഉണ്ടാകും. ഡൽഹിക്കും പട്നയിലേക്കുമാകും ആദ്യ സർവീസ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് എളുപ്പത്തിലാക്കാൻ കൂടുതൽ പരിഷ്കാരങ്ങളുമായി റെയിൽവേ. ഇതോടെ ഉപയോക്താക്കൾക്ക് കൂടുതൽ ടിക്കറ്റ് ഓപ്ഷനുകൾ ലഭ്യമാകും. കൂടാതെ ഉപഭോക്തൃ സൗഹൃദമാകുന്ന രീതിയിൽ ബുക്കിംഗ് സംവിധാനത്തിലും സമഗ്രമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികളെ കാണാതാകുന്ന കേസുകളിൽ ആശങ്കാജനകമായ വർധനയെന്ന് മുംബൈ പോലീസ്. കഴിഞ്ഞ 36 ദിവസത്തിനിടെ 82 കുട്ടികളെയാണ് കാണാതായത്. പോലീസ് റിപ്പോർട്ട് പ്രകാരം ജൂൺ മുതൽ ഡിസംബർ വരെ കാലയളവിൽ 93 പെൺകുട്ടികൾ ഉൾപ്പെടെ 145 കുട്ടികളെ മുംബൈയിൽ നിന്ന് കാണാതായി. ഇനി രാജ്യാന്തര വാർത്തകൾ. യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ചർച്ചകൾക്കായി US യുക്രൈൻ പ്രതിനിധികൾ ജർമ്മനിയിൽ കൂടിക്കാഴ്ച നടത്തും. തിങ്കളാഴ്ച ബെർലിനിൽ യൂറോപ്യൻ നേതാക്കളുമായും പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായും അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ചർച്ച നടത്തും. മധ്യ സിറിയൻ പട്ടണമായ പാൽമിറയിൽ US സൈനികർക്ക് നേരെ ആക്രമണം. 4 US സൈനികർക്ക് പരിക്ക്. ആക്രമണത്തിൽ 2 സിറിയൻ സൈനികർക്ക് പരിക്കേറ്റതായും അക്രമി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ. ഗസയിൽ അതിശക്തമായ മഴ. വെള്ളപ്പൊക്കത്തിൽ 14 പേർ മരിച്ചു. അഭയാർത്ഥികളുടെ ടെന്റുകൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി. അഫ്ഗാൻ പൗരന്മാരെ നാടുകടത്തി ഇറാനും പാകിസ്ഥാനും. കാബൂളിൽ തിരികെത്തിയവർ സർക്കാർ സഹായം തേടി. ദക്ഷിണ ചൈന കടലിലെ തർക്കപ്രദേശത്ത് 20 ഫിലിപ്പീൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് നേരെ ചൈനീസ് തീരസംരക്ഷണ കപ്പലുകൾ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 3 ഫിലിപ്പിനോകൾക്ക് പരിക്കേൽക്കുകയും 2 ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി ഫിലിപ്പൈൻ തീരസംരക്ഷണ സേന. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് അലസ്ബിയാസ്കിയെയും പ്രമുഖ പ്രതിപക്ഷ നേതാവ് മരിയ കലസ്ക്യാവിനെയും ഉൾപ്പെടെ 123 തടവുകാരെ ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ മോചിപ്പിച്ചതായി അമേരിക്ക. നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയുമായി 2 ദിവസം നടത്തിയ ചർച്ചകൾക്ക് ശേഷമെന്നും അമേരിക്ക. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് നർഗസ് മുഹമ്മദി ഇറാനിൽ വീണ്ടും അറസ്റ്റ് ചെയ്തതിനെതിരെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ. നർഗസ് മുഹമ്മദി എവിടെയെന്ന് ഉടൻ വ്യക്തമാക്കണമെന്ന് നൊബേൽ കമ്മിറ്റി ഇറാനിയൻ ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടു. മൊറോക്കോയിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്തിയ സംഘത്തെ പിടികൂടി സ്പാനിഷ് പോലീസ്. കടത്താൻ ശ്രമിച്ചത് 900 കിലോഗ്രാം മയക്കുമരുന്ന്. പിടികൂടിയത് ഹെലികോപ്റ്ററിൽ എത്തിച്ച ശേഷം റോഡ് മാർഗം യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടത്താൻ ശ്രമിച്ച ഹാഷിഷോയിൽ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന്.
യുക്രൈൻ യുദ്ധം തുടരുന്ന റഷ്യയെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കവുമായി യൂറോപ്യൻ യൂണിയൻ. റഷ്യയുടെ 210 ബില്യൺ യൂറോയുടെ ആസ്തി യൂറോപ്യൻ യൂണിയൻ മരവിപ്പിച്ചു. ബാങ്കിൽ സൂക്ഷിച്ച 22.27 ലക്ഷം കോടി രൂപ ഇതോടെ റഷ്യയ്ക്ക് നഷ്ടമാകും. രാജ്യത്തെ വാഹന നമ്പർ പ്ലേറ്റുകളിൽ സമൂലമായ മാറ്റം പ്രഖ്യാപിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഘട്ടം ഘട്ടമായി മാറ്റം നടപ്പാക്കും. സ്വകാര്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ മാറ്റം. റാസൽ ഖൈമയിൽ വിന്റേജ് വാഹനങ്ങൾ ടാക്സികളാക്കുന്നു. വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ വിന്റേജ് ജീപ്പ് ടാക്സി സേവനം ലഭ്യമാകും. റാസൽ ഖൈമ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പഴയ വാഹന രാജാക്കന്മാരെ റോഡിലിറക്കി പുതുമ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ഒമാനിൽ ഈ മാസം 20 വരെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് മുന്നറിയിപ്പ്. മിക്ക ഗവർണറേറ്റുകളിലും മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മഴ സമയത്ത് റോഡ് മുറിച്ചു കിടക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ്. 5ാമത് റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജിദ്ദയിൽ സമാപിച്ചു. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ഗോൾഡൻ യൂസർ അവാർഡ് റോഹിംഗ്യൻ ഭാഷയിലുള്ള ജാപ്പനീസ് ചിത്രമായ ലോസ് ലാൻഡ നേടി. ഇന്ത്യൻ സിനിമയുടെ വൈവിധ്യമാർന്ന സാന്നിധ്യം ഇത്തവണത്തെ മേളയുടെ പ്രധാന ആകർഷണമായിരുന്നു. സൗദി കായിക മന്ത്രാലയവും സൗദി അത്ലറ്റിക് ഫെഡറേഷനും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് റോഡ് റൈസും സംയുക്തമായി 27ാമത് അന്താരാഷ്ട്ര ഹാഫ് മാരത്തൺ സംഘടിപ്പിച്ചു. ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ 10,000-ഓളം പേർ പങ്കെടുത്തു. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതിന് പിന്നാലെ വായ്പാ പലിശ നിരക്ക് കുറച്ച് SBI. 444 ദിവസ കാലയളവിലെ അമൃത് വൃഷ്ടി സ്ഥിര നിക്ഷേപത്തിന് പലിശ 6.6% കുറയും. പലിശ കുറവ് ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരും. വായ്പ എടുക്കുന്നവർക്ക് തീരുമാനം ആശ്വാസമാകുമെങ്കിലും സ്ഥിര നിക്ഷേപത്തിന് പലിശ കുറയുന്ന നിക്ഷേപകർക്ക് തിരിച്ചടിയാണ്. രാജ്യത്ത് ചില്ലറ വില അടിസ്ഥാനമാക്കി വിലക്കയറ്റം കുറയുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. 2026 വർഷം വിലക്കയറ്റത്തിൽ 35 ബേസിസ് പോയിന്റ് കുറവുണ്ടാകുമെന്നാണ് പ്രവചനം. GST പരിഷ്കാരം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടയാക്കുമെന്നും SBIയുടെ റിപ്പോർട്ടിൽ പരാമർശം. വ്യാജ ഇമെയിലുകളിലും SMS തട്ടിപ്പുകളിലും ജാഗ്രത വേണമെന്ന് ആദായ നികുതി വകുപ്പ്. വ്യക്തിഗത വിവരങ്ങൾ തേടിവരുന്ന സന്ദേശങ്ങൾ അവഗണിക്കണമെന്ന് നിർദ്ദേശം. എക്സ്പോസ്റ്റിലെ മുന്നറിയിപ്പ് മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെ തട്ടിപ്പിൽപ്പെടുന്ന പശ്ചാത്തലത്തിൽ. H-1B വിസ ഫീസ് നിരക്ക് കുറയ്ക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്ത് 19 അമേരിക്കൻ സംസ്ഥാനങ്ങൾ. ഫീസ് വർധന നിയമവിരുദ്ധവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്നതുമെന്ന് വാദം. സംസ്ഥാനങ്ങളുടെ നീക്കം US ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെ സമാന കേസുകൾ ഫയൽ ചെയ്തതിനു പിന്നാലെ. ഇമിഗ്രേഷൻ രേഖകൾക്കായി ഉപയോഗിക്കാവുന്ന ഫോട്ടോഗ്രാഫുകളുടെ കാലാവധി നിശ്ചയിച്ച് US. ഉപയോഗിക്കാവുന്ന ഫോട്ടോകളുടെ കാലാവധി പരമാവധി 3 വർഷമായി പരിമിതപ്പെടുത്തി. നയം ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കാനും തിരിച്ചറിയൽ തട്ടിപ്പ് തടയാനും. 100 രൂപയ്ക്ക് മുകളിലുള്ള ഇന്ത്യൻ കറൻസി നോട്ടുകൾ വിനിമയം നടത്താൻ അനുവാദം നൽകാൻ നേപ്പാൾ. ഒരുക്കം അന്തിമഘട്ടത്തിൽ നേപ്പാൾ സർക്കാർ. ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഉടൻ സർക്കുലർ അയക്കും. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന നേപ്പാളി കുടിയേറ്റ തൊഴിലാളികൾക്കും ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്കും ഉൾപ്പെടെ നീക്കം സഹായകമാകുമെന്ന് പ്രതീക്ഷ. IPOയ്ക്ക് ഒരുങ്ങി ഇലോൺ മസ്കിന്റെ ബഹിരാകാശ ഗവേഷണ കമ്പനിയായ സ്പേസ് എക്സ്. കമ്പനിയുടെ മൂല്യം $800 ബില്യൺ ആകുന്ന ദ്വിതീയ ഓഹരി വിൽപ്പന ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. സൂപ്പർ ലീഗ് കേരള 2ാം സീസണിലെ ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. രാത്രി 7:30 നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സ് FCയെ നേരിടും. 2ാം സെമി ഫൈനലിൽ തൃശൂർ മാജിക് FC മലപ്പുറം FCയെ നേരിടും. മെസ്സി ആവേശത്തിൽ ഇളകിമറിഞ്ഞ് ഹൈദരാബാദ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും കുട്ടിത്താരങ്ങൾക്കുമൊപ്പം പന്ത് തട്ടിയ മെസ്സി തെക്കേ ഇന്ത്യയിലെ തന്റെ ആദ്യത്തെ സന്ദർശനം ഉത്സവമാക്കി മാറ്റി. രാഹുൽ ഗാന്ധിയും ആവേശത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. 2020 ലോകകപ്പിന്റെ ടിക്കറ്റ് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ പോസ്റ്ററിൽ നിന്ന് ക്യാപ്റ്റൻ ആഘ സൽമാന്റെ ചിത്രം ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. അതൃപ്തി PCB ICC അറിയിച്ചു. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് ലോകകപ്പ് അരങ്ങേറുന്നത്. BCCA അണ്ടർ-19 വനിതാ ഏകദിന ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ നാഗാലാൻഡിനെതിരെ മികച്ച വിജയവുമായി കേരളം. 316 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്തി ലിവർപൂളും ചെൽസിയും. ബ്രൈറ്റനെ എതിരില്ലാത്ത 2 ഗോളിൽ ലിവർപൂളും എവർട്ടനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ചെൽസിയും തോൽപ്പിച്ചു.
കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. രൺവീർ സിംഗ് നായകനായ പുതിയ സിനിമ ദുരന്തറിന്റെ അന്താരാഷ്ട്ര റിലീസിൽ പ്രതിസന്ധി. പാകിസ്ഥാൻ വിരുദ്ധ സന്ദേശമുണ്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടി ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE ഉൾപ്പെടെ 6 ഗൾഫ് രാജ്യങ്ങളിലാണ് ചിത്രത്തിന് വിലക്കേർപ്പെടുത്തിയത്. ഷെയ്ൻ നിഗം നായകനായ ചിത്രം ഹാൽ ക്രിസ്മസ് റിലീസായി പുറത്തുവരും. സിനിമയുടെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. ഒടുവിൽ കോടതി അനുമതിയോടെ പ്രേക്ഷകരിലേക്ക് എന്നെഴുതിയ പോസ്റ്ററാണിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. സന്ദീപ് പ്രദീപിനെ നായകനാക്കി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ, ദി ഗ്രൂപ്പ് ബാനറിൽ മാനുവൽ ക്രൂസ് ഡാർവിൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് കോസ്മിക് സാംസൺ. ജോൺ ലൂത്തർ എന്ന സിനിമയ്ക്ക് ശേഷം അഭിജിത്ത് ജോസഫ് രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നാളെ ആരംഭിക്കും. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സമ്പൂർണ്ണ ഫൺ കഥാപാത്രവുമായി സുരാജ് വെഞ്ഞാറമൂട് എത്തുന്നു. നവാഗതനായ പ്രശാന്ത് വിജയകുമാർ സംവിധാനം ചെയ്യുന്ന റൺ മാമ റൺ എന്ന ചിത്രത്തിലാണ് സുരാജ് വെഞ്ഞാറമൂട് മുഴുനീള കോമഡി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നാളെ കൊച്ചിയിൽ ചിത്രീകരണം ആരംഭിക്കും. ശ്രീനാഥ് ഭാസി നായകനായ പൊങ്കാല 2ാം വാരത്തിലേക്ക് AB ബിനിൽ തിരക്കഥയും രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ് ജൂനിയർ 8 ബാനറിൽ ദീപു ബോസും അനിൽ പിള്ളയും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ചിത്രം. തിരക്കുള്ള ട്രെയിനിൽ ലഗേജുകൾ വെച്ചിരിക്കുന്ന റാക്കിനകത്ത് നിന്ന് പെരുമ്പാമ്പ് താഴേക്കിറങ്ങി വരുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ്. AI നിർമ്മിത വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. അമേരിക്കയിൽ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. ആക്രമണമുണ്ടായത് റോഡ് ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ. അക്രമിക്കായി തിരച്ചിൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രസ്താവന തള്ളി തായ്ലൻഡ്. തായ്ലൻഡിന്റെ പരമാധികാരത്തിന് കംബോഡിയ ഭീഷണിയാകുന്നത് അവസാനിക്കുന്നതുവരെ സൈനിക നടപടികൾ തുടരുമെന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി അനുതിൽ ചാൻവിരാക്കുൽ. മധ്യ സുഡാനിൽ RSF ഡ്രോൺ ആക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. രാജ്യത്ത് കുട്ടികൾക്കെതിരെ നിരന്തരമുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ നടപടിയെടുക്കാത്തതിനെതിരെ ഹംഗറിയിൽ പ്രതിഷേധം. പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ രാജി ആവശ്യപ്പെട്ട് 10,000-കണക്കിന് ഹംഗേറിയക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇപ്പോൾ കിട്ടിയത്. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ആരെന്നുള്ളതിൽ ചർച്ചകൾ സജീവം. സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നവരെല്ലാം മികച്ച വിജയം നേടിയതോടെയാണ് ചർച്ചകളിലേക്ക് കടന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോൾ, മുൻ കൌൺസിലർ ഷൈനി മാത്യു എന്നിവരാണ് പരിഗണനാ പട്ടികയിൽ ഉള്ളത്. ന്യൂസ് പൂർത്തിയാകുന്നു.